ഇന്നത്തെ കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. എന്താ സാർ വൈകിയത്? വഴി കുറച്ച് താമസിച്ചു. ഇതെന്താ ഒന്നും വൃത്തിയാക്കാത്തത്? സാറ് വരുന്ന കാര്യം ഇന്നലെയല്ലേ പറഞ്ഞത്. അകമെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഡിക്കി സാധനം ഇരിപ്പുണ്ട്, അതെല്ലാം എടുത്തു വെച്ചോ. ഇയാളെ ഇവിടുത്തെ കാര്യസ്ഥൻ ഭയങ്കര മിമിക്രിക്കാരനാ. എന്റെ ശബ്ദം വരെ നന്നായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇവിടെയാണ് കിച്ചൺ, അവിടെ മാസ്റ്റർ ബെഡ്റൂമാ. വാ. നമുക്ക് അടുക്കളയിൽ ഭക്ഷണം വെക്കാൻ ഒരു ചേച്ചിയുണ്ട്. നീ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കേ. ചേച്ചി, വണ്ടി വരുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാ ഇട്ടിച്ച നിങ്ങൾ വരുന്ന കാര്യം പറയുന്നത്. ഞാനിവിടെ പെട്ടെന്നല്ല ഉണ്ടാക്കുകയായിരുന്നു. മോൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇല്ല ചേച്ചി, ഞാൻ വരണമെന്ന് പറയുമ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞു മുടക്കും. ഇന്ന് ഞാൻ നിർബന്ധിച്ചപ്പോ കൂടെ കൊണ്ടുവന്നതാ. ആൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അത് സാരമില്ല മോളെ, കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്കും ഒരു പിടുത്തം വേണം. ഇവിടെ കാണാൻ എന്തൊക്കെയാ ഉള്ളത് ചേച്ചി? അയ്യോ, ഇവിടെ കാണാനേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് മാറിയാ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമാ. അതിലൂടെ നടക്കുമ്പോ മയിലിനെയും കുയിലിനെയും എല്ലാം കാണാം. ശരി ചേച്ചി, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഇന്ന് നീ വരണ്ട, വൈഫ് കൂടെ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം. ശരി. ആ, നീ ചേച്ചിയെ കണ്ടായിരുന്നോ? ഞാൻ കുളിച്ചിട്ട് വരാം. നീ ഇവിടെ നിൽക്കുവാണോ? ഞാൻ തോട്ടത്തിലേക്ക് പോവാ. നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. ശരി.
ഇട്ടിച്ച എന്തോ ഇട്ടിച്ച നല്ല മിമിക്രിക്കാരനാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല മോളെ, അതൊക്കെ പണ്ടായിരുന്നു. ഇട്ടിച്ച പ്രകാശേട്ടൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാവോ പ്ലീസ്? അത് വേണം മോളെ. വേണം. ഞാൻ ഇതിലൊരു നമ്പർ ഡയൽ ചെയ്യാം. അപ്പുറത്തുള്ള ആളോട് ഇട്ടിച്ചൻ പ്രകാശേട്ടൻ്റെ ശബ്ദത്തിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നീ ഇവിടെ വരണമെന്ന് പറയണം. അയ്യോ, ഇത് സാറിന്റെ ഫോണല്ലേ? സാറ് തോട്ടത്തിൽ പോയിരിക്കുക. പറയൂ. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നീ ഇവിടെ വരണം. സൂപ്പർ ആയിട്ടുണ്ട് ചേട്ടാ. ഇതിന് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. ഓ, ഈ വെള്ളത്തിൽ മോളൊന്ന് കുളിച്ചു നോക്കിക്കേ. കാട്ടീന്ന് വരുന്ന ഔഷധ ഗുണമുള്ള വെള്ളമാ. ഓ ഇപ്പൊ വേണ്ട ചേച്ചി, നാളെ ആട്ടെ. ചേച്ചി സമയം എത്രയായി കാണും? ഒരു 4 മണിയായി കാണും. ഓ ഇപ്പോഴൊരു കാര്യം ഓർത്തത്. ചേച്ചി ഞാനിപ്പോ വരാം. അയ്യോ, മോളൊറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. വേണ്ട ചേച്ചി, ചേച്ചി അലക്കിട്ട് വന്നാ ഞാനും മതി. കൂടെ വരാം. വേണ്ട, ഞാനും കൂടെ വരാം. വേണ്ടെന്നേ. നിക്ക്, ഞാൻ പോകരുത്. പോകാം. ഡി ആരടി നീ? ഞാൻ എലിസബത്ത്. എലിസബത്തോ? ഏത് എലിസബത്ത്? അത് ഞാൻ അപ്പുറത്ത്. എന്താടി നീ പരിങ്ങുന്നേ? നീ ഇങ്ങനെ ഒരാളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ മോളെ പ്രശ്നം? ചേച്ചി ഇവള്. ഓ ഇവളോ? ഇവള് ഇവിടുത്തെ കണക്കെഴുതുന്ന ആളാ മോളെ. സാർ ഇവളെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നേ. അപ്പൊ ഇട്ടിച്ചന് കണക്കും തൊപ്പിയൊന്നും അറിഞ്ഞുകൂടുന്നേ. എന്താ ഇവിടെ പ്രശ്നം? ഇന്ന് നിന്നോട് വരണ്ടെന്ന് പറഞ്ഞല്ലേ? സാറ് രാവിലെ വിളിച്ചിവിടെ വരാൻ പറഞ്ഞിരുന്നു. ആ കണക്കെല്ലാം ഞാൻ പിന്നെ നോക്കിക്കോളാം. നീ എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചാ മതി. പോയിക്കോ. ശരി. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ. അലീന, നീയാണ് എലിസബത്തിനെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തുകാരുടെ മുമ്പിൽ എനിക്കൊരു വിലയുണ്ട്. അത് പോണ്ടെന്ന് കരുതിയ അന്നേരം ഞാനൊന്നും പറയാതിരുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഞാൻ താലി കെട്ടിയ പെണ്ണാ നീ. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു പെണ്ണ്. നിന്നെക്കുറിച്ച് എന്നും എനിക്ക് അഭിമാനമേ ഉള്ളൂ. എൻ്റെ സെമിനാരി ജീവിതകാലത്ത് ഒരു ഏജൻസി ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികളെക്കുറിച്ച്, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ശാസ്ത്രീയ പഠനം നടത്തിയത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ഞങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഇടയിൽ അന്ന് അവർ ഒരു ക്വസ്റ്റ്യനെയർ കൈമാറിയിരുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യനെയർ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. ആ ചോദ്യം ഇതായിരുന്നു: താങ്കൾ ഒരു വൈദിക വിദ്യാർത്ഥി ആയിരിക്കുന്നതിൽ ഖേദിക്കുന്നുണ്ടോ? പിന്നീട് ഈ ഏജൻസി അവരുടെ ശാസ്ത്രീയ പഠനത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഞങ്ങളുടെ സെമിനാരിയിലും മറ്റ് സെമിനാരികളിലും അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കുറേയേറെ ആളുകൾ തങ്ങൾ വൈദിക വിദ്യാർത്ഥികളായിരിക്കുന്നതിൽ ഖേദിക്കുന്നു എന്ന് ഉത്തരമെഴുതിയതായി അവർ പറഞ്ഞു. ഏതായാലും ഞാൻ കരുതുന്നു ഞങ്ങളുടെ സെമിനാരിയിലും മറ്റ് സെമിനാരികളിലും വൈദിക വിദ്യാർത്ഥി ആയിരിക്കുന്നതിൽ ഖേദിക്കുന്നു എന്നെഴുതിയ ആളുകളാരും
ഇന്ന് വൈദികരായി ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഞങ്ങളോട് അന്ന് ഈ ഏജൻസി ഞങ്ങളുടെ വൈദിക പരിശീലന കാലത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യം ദമ്പതികളായ ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഖേദിക്കുന്നുണ്ടോ? ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഖേദിക്കുന്നവർ തീർച്ചയായും സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നവരല്ല. ഇതിൻ്റെ ഒരു മറുഭാഗം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളിൽ എത്ര പേര് ഇപ്പോൾ നിങ്ങൾ നയിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട്? നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, പൊതുവായ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിഞ്ഞാലേ ഈ കുടുംബജീവിതം സന്തോഷകരമായി നയിക്കാൻ സമർപ്പണബോധത്തോടെ അധ്വാനിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. എനിക്ക് അഭിമാനമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടാവും? ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന് പറയുന്ന ഭർത്താവ്, ഞാൻ എന്ന് പറയുന്ന ഭാര്യ അഭിമാനിക്കുന്നെങ്കിൽ തീർച്ചയായും ആ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടുന്നതൊക്കെ സമർപ്പണബോധത്തോടെ ചെയ്യാൻ ഞാൻ തയ്യാറാവും. ഏതെങ്കിലുമൊക്കെ ഭാര്യാഭർത്താക്കന്മാർ അലസതയോടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ, കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പൊതുവിൽ മാത്രമല്ല, ഈ ഒരാൾ എൻ്റെ ഭർത്താവായിരിക്കുന്നതിൽ, എൻ്റെ ഭാര്യ ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ ഭാര്യയിൽ, എൻ്റെ ഭർത്താവിൽ ഞാൻ അഭിമാനിക്കുന്നു, ഈ ആൾ എൻ്റെ ഭാര്യയായിരിക്കുന്നതിൽ, ഈ ആൾ എൻ്റെ ഭർത്താവായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുകയും ചിന്തിക്കുകയും അത്തരത്തിൽ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ അന്യോന്യമുള്ള ബന്ധം വളർത്താൻ, അന്യോന്യമുള്ള ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കാൻ ശ്രദ്ധിക്കും. എൻ്റെ ജീവിത പങ്കാളിയിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടോ? ആ ആളിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ഭാര്യയായ, എൻ്റെ ഭർത്താവായ ഈ ആളിൽ ഞാൻ അഭിമാനിക്കുന്നു? ഇങ്ങനെ അഭിമാനിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ആളിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചല്ല, പ്രതീക്ഷയ്ക്ക് ഉപരിയായി പെരുമാറാൻ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എത്രയോ ഭാര്യാഭർത്താക്കന്മാർ, സ്ത്രീ പുരുഷന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, അച്ചോ ഞാൻ പ്രതീക്ഷിച്ചതിനുപരിയാണ് എൻ്റെ ജീവിത പങ്കാളി. കാരണം അത്ര കണ്ട് എന്നോട് വിശ്വസ്തത പുലർത്താൻ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾ കൂട്ടായി നിർവഹിക്കുമ്പോൾ ആ ആളിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഒക്കെ ശ്രദ്ധിക്കുന്നുവെന്ന്. അപ്പോൾ കുടുംബജീവിതത്തെ സംബന്ധിച്ച് പൊതുവായി എനിക്ക് അഭിമാനിക്കാൻ കഴിയണം. എൻ്റെ ജീവിത പങ്കാളി ഇന്ന ആളായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനം കൊള്ളാൻ പറ്റണം. എൻ്റെ ജീവിത പങ്കാളിയിൽ എനിക്ക് അഭിമാനിക്കാൻ പറ്റണം. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങളിരുവരും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടോ? പണ്ടത്തേക്കാളേറെ ഇന്ന് കുടുംബജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെ ജീവിച്ചാൽ പോരാ ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ. ഉത്തരവാദിത്വത്തിൻ്റെ, കടമകളുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ആ രീതികൾ മാറിയതിനനുസരിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും പ്രത്യേകിച്ച് മക്കളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും തലത്തിൽ പ്രവർത്തിച്ചാൽ മക്കൾ തീർച്ചയായും തങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് അഭിമാനിക്കും.
ഇത്തരത്തിൽ പറയുമ്പോൾ മാതാപിതാക്കളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും അവരെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനെക്കുറിച്ചും അഭിമാനിക്കുന്ന ഏറെ മക്കളുണ്ട് എന്നെടുത്ത് പറയാൻ പറ്റും. കടന്നുപോയ ദിവസം ഒരു മകനും മകളും എൻ്റെ അടുത്ത് വന്നു. അവരിരുവരുടെയും കുടുംബജീവിതം അവരെ നന്നായിട്ട് നയിക്കുന്നു. അതിന് മാർഗനിർദ്ദേശകമായി അടിസ്ഥാനമായി തീർന്നത് തങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബജീവിതമാണെന്ന് അവരെ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവരോട് ചോദിച്ചു, മാതാപിതാക്കളുണ്ടോ? മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, എങ്കിലും ഈ മകനും മകളും എന്തൊരാദരവോടെയാണ്, എത്ര വലിയ സന്തോഷത്തോടെയാണ് ആ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കുന്നത്. വലിയ അഭിമാനത്തോടെ അവർ പറയുകയാണ്, ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്വപൂർണമായ ആദരണീയമായ ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടേതെന്ന്. ഈ മാതാപിതാക്കൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അവരുടെ മാതാപിതാക്കൾ, അതായത് ഈ കുഞ്ഞുങ്ങളുടെ വല്യപ്പനും വല്യമ്മയും ഉണ്ടായിരുന്നു, അമ്മയുടെ അപ്പൻ്റെയും. ഈ കുഞ്ഞുങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ അപ്പനെ അമ്മയും പോലെ തന്നെ വല്യപ്പനും വല്യമ്മയും മാതൃകാപരമായി കുടുംബജീവിതം നയിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അവരിരുവരുടെയും ബന്ധത്തെ ഏറെ അഭിമാനത്തോടെ അവർ കണ്ടിരുന്നു എന്ന് ഇവർ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് എത്ര കണ്ട് അഭിമാനിക്കുന്നു? അതോ അവർ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഖേദിക്കുന്നുണ്ടോ? ഇന്ന് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്ന ആധുനിക യുവതീ യുവാക്കന്മാർ അത്തരത്തിൽ പരാജയപ്പെടുന്നതിന് ഒരു കാരണം ദുർമാതൃകകൾ തന്നെയല്ലേ എന്ന് നമ്മൾ പര്യാലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ മക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ, അഭിമാനം നൽകുന്ന രീതിയിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ജീവിതത്തെ നയിക്കാനായി സാധിക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മക്കൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ജീവിത പങ്കാളി പ്രതീക്ഷിക്കുന്ന തരത്തിന് ഉപരിയായുള്ള സ്വഭാവ സവിശേഷതകൾ അവിടെ ഉണ്ടാവണം. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന സ്വഭാവ പെരുമാറ്റത്തേക്കാൾ വിപരീതമായ രീതികൾ ബന്ധത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ, പരാതികൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയിൽ കവിഞ്ഞ പെരുമാറ്റ സവിശേഷതകൾ സ്വന്തമാക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് പരിഭവവും പരാതിയും നിരന്തരം പറയുന്നവരാണോ? അവിചാരിതമായി ഭാര്യയുടെ ഭർത്താവിൻ്റെ കുറവ് പറയുന്നവരുണ്ടാവാം. പക്ഷേ നിരന്തരമായി ജീവിത പങ്കാളിയുടെ കുറവ് എടുത്തു പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന രീതിയിലാണ് നിങ്ങളെങ്കിൽ എത്ര കണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുന്നുണ്ട് എന്ന് പരിശോധന നടത്തേണ്ടതാണ്. ഞാനൊരു വ്യക്തിയെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായി ആ വ്യക്തിയുടെ കുറവ് എടുത്തു കാട്ടുകയില്ല. ആ വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതയായി അതിനെ കണ്ടുകൊണ്ട് സന്തോഷകരമായി പെരുമാറാനായിരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള ബന്ധം ആരോഗ്യകരമായി കൊണ്ടുപോകാൻ അവർക്ക് അന്യോന്യം അഭിമാനം തോന്നാനിടയാവണം. തങ്ങളുടെ ജീവിത പങ്കാളിയിൽ അഭിമാനിക്കാൻ സാധിക്കണം. ഒപ്പം മക്കൾക്ക് ഓരോരുത്തർക്കും തങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച്, അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും അഭിമാനമുണ്ടാകാൻ ഇടയാവണം. ഇത് ജീവിച്ചിരിക്കുമ്പം തന്നെ മക്കളും ജീവിത പങ്കാളിയും പ്രകടമാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇടയിലൊക്കെ ഒരു രീതിയുണ്ടല്ലോ, മാതാപിതാക്കളും ബന്ധുജനങ്ങളുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ ചുംബനം നൽകുന്ന രീതി. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ അമ്മയും അപ്പനും ഒക്കെ ജീവിച്ചിരുന്നപ്പോൾ സ്നേഹത്തോടെ ഒരു പ്രാവശ്യം പോലും ചുംബനം നൽകാത്ത ഈ മകനാണ് അല്ലെങ്കിൽ ഈ മകളാണ് മരിച്ചു കഴിയുമ്പോൾ ഈ മൃതശരീരത്തിന് ചുംബനം നൽകുന്നത്. അതുകൊണ്ട് ഈ മരിച്ചു കിടക്കുന്ന ആളിന് എത്രമാത്രം ഗുണമുണ്ടാകും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചില മക്കളും
ജീവിത പങ്കാളിയുമൊക്കെ പലരും മരിച്ചു കഴിയുമ്പോഴാണ് അവരെക്കുറിച്ച് അഭിമാനിക്കുന്നത്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് അഭിമാനിക്കുന്നു. ആ ആളിൻ്റെ മരണശേഷം ആളിൻ്റെ പുണ്യങ്ങൾ പറയുന്നു, നന്മകൾ പറയുന്നു. ഇതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിത പങ്കാളിയിൽ അഭിമാനിക്കുന്നു എന്ന് തൻ്റെ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രകടമാക്കാൻ സാധിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെയുമല്ല, മക്കൾ മാതാപിതാക്കളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നന്നായി കാണുന്നെങ്കിൽ അത് തുറന്ന് പറയാനായി സാധിക്കണം. തുറന്ന് പറയാൻ സാധിക്കുമ്പോൾ തീർച്ചയായും അവർ തന്നെ അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലും കുടുംബജീവിതത്തിലും അഭിമാനിക്കാൻ ഇടയായി തീരും. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തെയും കുടുംബജീവിതത്തെയും കുറിച്ച് നിരാശപ്പെടുന്ന രീതിയിൽ മക്കൾ മാതാപിതാക്കളുടെ ജീവിതത്തെ പഴിക്കുന്ന ശൈലിയുണ്ട്. എത്രമാത്രം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നന്മകൾ കണ്ടാലും, അവരുടെ കുടുംബജീവിതത്തിൽ എത്രമാത്രം നന്മകൾ അവർ ശ്രദ്ധിച്ചാലും ആ നന്മകളൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെ പഴിക്കുന്ന ശൈലിയുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് ത്യാഗപൂർവം കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നുണ്ടെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കേണ്ടതാണ്. മക്കളിൽ എത്ര പേര് മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? നന്നായിരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ആളുകൾ എന്ന രീതിയിൽ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവം മക്കൾക്ക് കൊടുത്ത വലിയ ദാനങ്ങൾ തന്നെയാണ് മാതാപിതാക്കൾ. പക്ഷേ അവർ തങ്ങളുടെ ബന്ധം ആരോഗ്യകരമായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അഭിമാനിക്കത്തക്ക രീതിയിൽ അവരുടെ ബന്ധവും കുടുംബജീവിതവും അവർ നയിക്കുന്നെങ്കിൽ നന്നായിരിക്കുന്നുവെന്ന് തുറന്നു പറയാൻ സാധിക്കണം. വാക്കുകളിലൂടെ മാത്രമല്ല, ഇവരുടെ ബാഹ്യമായ പെരുമാറ്റത്തിലൂടെ ഈ ഒരു കാര്യം ഏറ്റുപറയാനും സാധിക്കേണ്ടതാണ്. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം ഉറപ്പാർന്നതായി മുമ്പോട്ട് പോകാൻ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് അഭിമാനിക്കാൻ സാധിക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ച് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം എത്ര കണ്ട് അഭിമാനിക്കുന്നു? ദൈവത്തിന് അഭിമാനിക്കത്തക്ക രീതിയിൽ, കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അഭിമാനിക്കത്തക്ക രീതിയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെ മഹത്തരമായി കൊണ്ടുപോകുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. എൻ്റെ പേര് അവതക്കുട്ടി. ഞാൻ ജോസഫ് പോൾ, വീട്ടിൽ അവതക്കുട്ടി എന്ന് വിളിക്കും. ഞാൻ 25 വർഷം കൊണ്ട് CRC സർവീസ് ചെയ്തുകൊണ്ടിരുന്നു വയർലെസ് ഓപ്പറേറ്ററായിട്ട്. അതിനിടയ്ക്ക് 7ാം വർഷത്തിൽ മാര്യേജ് കഴിഞ്ഞു. അന്ന് തന്നെ ആ വർഷം തന്നെ വൈഫിനെ കൊണ്ട് ഹൈദരാബാദിലായിരുന്നു ഞങ്ങൾ സർവീസ് അപ്പോൾ ഹൈദരാബാദിൽ പോയി 4 വർഷം ഹൈദരാബാദിലായിരുന്നു. ആ വർഷം തന്നെ മൂത്ത മോൾ ജനിച്ചു. രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ മോളും ജനിച്ചു. അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫറായി. ഡൽഹിയിൽ കഴിഞ്ഞ് അവിടെ 4 വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗുവാഹട്ടിക്ക് പോയി. ഡൽഹിയിൽ വെച്ച് തന്നെ മൂന്നാമത്തെ മോളും ജനിച്ചു. അതുകൊണ്ട് നേരെ ഗുവാഹട്ടിയിൽ പോയി. ഗുവാഹട്ടി ചെന്ന് കഴിഞ്ഞ് 3 പെൺമക്കളായപ്പം പിള്ളേർക്കും ഞങ്ങൾക്കൊരു പ്രയാസം, ഒരു മോനെ കിട്ടണമെന്ന്. അപ്പോൾ പിള്ളേരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു മോനെ കിട്ടി. അപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയ മോനെ ഞങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഞങ്ങൾ എന്നും ദൈവത്തിന് നന്ദിയും സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ടിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് സർവീസിൽ തന്നെ നിയമിച്ചിലേക്ക്, മധ്യപ്രദേശ് നിയമിച്ചിലേക്ക് പോകുന്നു. നിയമിച്ച് പോന്നപ്പോൾ 5ാമത്തെ മോളും ജനിച്ചു. അത് കഴിഞ്ഞ് നേരെ 5 മക്കളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സർവീസ് ഇത് ചെയ്തു, റിസൈൻ അല്ല, 25 വർഷത്തെ വാളണ്ടറി പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഈ സർവീസിനിടയ്ക്ക് തന്നെ എല്ലാ ഞായറാഴ്ചയും ദൈവാനുഗ്രഹത്താൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ, ഞാൻ സർവീസ് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ഡ്യൂട്ടിയിൽ വയർലെസ് ഓപ്പറേറ്ററായിട്ട് ഡ്യൂട്ടി ചെയ്യുമ്പോഴും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിലും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണേലും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ ഞങ്ങൾ എവിടെ വെച്ചാണേലും ഏത് സ്ഥലത്താണേലും ഞങ്ങൾ പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാന കൈക്കൊള്ളാനും വിശുദ്ധ കുർബാന കാണാനും ഞങ്ങളും മക്കളും എല്ലാവരും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ഗുവാഹട്ടിയിൽ അങ്ങ് ആസാം സൈഡിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഗുവാഹട്ടിയിലേക്ക് വണ്ടി കയറി ഗുവാഹട്ടിയിൽ പോയി കുർബാന കാണുന്നത് മസ്റ്റായിട്ട് ഞങ്ങളിരുന്നു. അതുപോലെ തന്നെ മക്കളും വേദപാഠത്തിന് പോകാനായിട്ടും ഞങ്ങളും ഒരു ദിവസം പോലും ഒരു സൺഡേ പോലും മുടങ്ങാതെ വേദത്തിന് വരാനും വീട്ടിൽ പ്രാർത്ഥന മുടങ്ങാതെ, ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലാണേലും എൻ്റെ ഭാര്യ വീട്ടിൽ മക്കളുമായിട്ട് ഒരുമിച്ച് കൈ കൂട്ടിപ്പിടിച്ച് മുട്ടുകുത്തി കൈ കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ പ്രത്യേകം ഒരു കൊന്ത നമസ്കാരം എത്ര ഇതായാലും ഒരു കൊന്ത നമസ്കാരം ചൊല്ലുമായിരുന്നു. പിള്ളേരുടെ ഏത് പരീക്ഷ ഉണ്ടെങ്കിലും എത്ര SLCയുടെ പരീക്ഷ ആണെങ്കിലും ഏത് പരീക്ഷ ആണെങ്കിലും പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. കൊന്ത നമസ്കാരം മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ പഠിക്കാനാണ് വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 25 വർഷത്തെ സർവീസ് ഇത് വാളണ്ടറി കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു. 1 വർഷം 11 മാസം വീട്ടിൽ ഞങ്ങൾ റെസ്റ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് ബ്രദർ ദുബൈയിലായിരുന്നുകൊണ്ട് ബ്രദർ വഴി ഒരു വിസ കിട്ടി. അവിടെ ദുബൈയിൽ പാസ്കൻഡ് ഇൻ്റർനാഷണൽ പാസ്കൻഡ് നല്ല ഒരു കമ്പനിയായിരുന്നു. ആ കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി. 13 വർഷം അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പം കിഡ്നി ട്രബിൾ ഉണ്ടാകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോരേണ്ടി വന്നു. അവിടെ നിന്ന് പോന്ന് ഞാൻ ഇവിടെ ആ വർഷം തന്നെ 1 വർഷം റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ വർഷം തന്നെ ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ട്രാൻസ്പ്ലാന്റ് വൈഫിൻ്റെ ഭാര്യയുടെ തന്നെ കിഡ്നി എടുത്തിട്ട് എൻ്റെ 2 കിഡ്നിയും മാറ്റി ഭാര്യയുടെ 1 കിഡ്നി എടുത്ത് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടും അന്ന് വരെ ഞങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്നു. ജോലി ചെയ്യുന്ന സമയത്തെല്ലാം ഇതായിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നു, സർവീസ് ചെയ്തു. 4 പെൺമക്കളാണ്, 1 മോനുമാണ്. പിള്ളേരുടെ പഠിത്തവും സർവീസിൽ കിട്ടുന്ന, അതുകൊണ്ട് ഞങ്ങൾ ജീവിതം എല്ലാം വേണം, പിള്ളേർക്കൊരു ജോലി വേണം, പിള്ളേരെ ഒരു ഭാവിയിൽ എത്തിക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ ചിലവ് കുറച്ചില്ല, എന്നാലും ഒരുവിധം മിനിമം ചിലവ് ചെയ്തുകൊണ്ട് അതിലും മിച്ചം വെച്ച് ഞങ്ങൾ ദൈവാനുഗ്രഹത്താൽ ദൈവത്തിൻ്റെ കരുണയാൽ 4 മക്കൾക്കും ദുബൈയിൽ ജോലി, 3 മക്കൾ ദുബൈയിലും 1 കുവൈറ്റിലും ജോലി കിട്ടി. 3 മക്കളെയും സന്തോഷത്തോടെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് സഹായിച്ചു. രാത്രിക്ക് 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. 1 മണിക്കൂർ നേരം രാത്രിയിൽ പ്രാർത്ഥന, 1 മണിക്കൂറും. പിന്നെ ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്താൽ ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പിണങ്ങാനോ വഴക്കുണ്ടാക്കാനോ ഇട വന്നിട്ടില്ല. ദുബൈ ജോലി ചെയ്യുന്നുണ്ട് സമയത്ത് കിഡ്നി ഫെയിലിയർ ഉണ്ടായി. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴത്തേക്കിനും വേറെ ഏതോ ഒരു ചുമ ഏതാണ്ട് വന്നപ്പോഴത്തേക്കിനും ഡോക്ടറെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്, പിന്നെ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഡോക്ടറെ വയ്യാത്ത അസുഖമുള്ളതുകൊണ്ട് ജോലിക്ക് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ജോലി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ മരുന്നൊക്കെ കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ എല്ലാവരെയും വളർത്താനും പഠിപ്പിക്കാനും അവരുടെ വിവാഹം നടത്താനും എല്ലാം ഉള്ള ആരോഗ്യം തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ഓപ്പറേഷൻ നടന്ന സമയത്താണേലും ഒത്തിരി ദൈവാനുഗ്രഹം ഞങ്ങൾക്കുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഏറെ സന്തോഷത്തോടുകൂടെ ഭാര്യാഭർത്താക്കന്മാരെ കൂട്ടിച്ചേർത്തു. അവിടത്തേക്ക് എന്നും അഭിമാനിക്കാൻ തക്ക വിധം ഭാര്യാഭർത്തൃബന്ധം എന്തുദ്ദേശിക്കുന്നുവോ ആ വഴിയിലൂടെ നീങ്ങാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം അഭിമാനിക്കാൻ ഇടയാകത്തക്ക വിധം അവരുടെ ബന്ധത്തെ പ്രതീക്ഷയ്ക്കൊത്ത് വളർത്താൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ഖേദിക്കാൻ അവർക്ക് ഇടവരുത്തരുത്. ഒപ്പം അവരുടെ മക്കളും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അഭിമാനിക്കാൻ
ഇടയാകും വിധം അവിടുന്ന് കുടുംബജീവിതത്തെ നയിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ എന്നും നയിക്കുന്ന തിരുഹൃദയമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.